നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSും അതോടൊപ്പം തന്നെ BJPയുമായിട്ട് കൈകോർത്തിരിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് മുഖ്യമന്ത്രിയുടെ പെറ്റായ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാർ RSS നേതാവ് റാം മാധവുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തൃശ്ശൂരിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ സമ്മതിച്ച വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP ഭരണത്തിലേറാനുള്ള ഏക കാരണമെന്നത് ഈ പറയുന്ന റാം മാധവിൻ്റെ കഴിവുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവുമായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഇപ്പോൾ ചർച്ച നടത്തിയെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കോവളത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് ആ കൂടിക്കാഴ്ച നടന്നത്. RSSന്റെ ചിന്തൻ ശിവിർ പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു റാം മാധവ്. തലസ്ഥാനത്ത് വെച്ച് നടന്ന RSSന്റെ ചിന്തൻ ശിവിർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ ആ കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെ. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദവും BJPയുമായിട്ടുള്ള പിണറായി വിജയന്റെ ബന്ധവും പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ഒരാളുടെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണ് ദത്താത്രേയ ഹൊസബാളയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം. എന്നാൽ ഈ പറയുന്ന വിശദീകരണമെല്ലാം തന്നെ ഇവർ തമ്മിൽ നടത്തുന്ന ഈ വിശദീകരണം ഇപ്പോൾ അതെല്ലാം ഒരു കളിയാണ്. കാരണം സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഇവർ പരിഹസിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ADGP അവിടെ എന്തിനു വന്നു, എവിടെ വന്നു, ആരുടെ കാറിൽ വന്നു എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അത് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 1.5 വർഷമാകുന്നു. എന്നിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പോലും പുറത്തു പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ ADGPയെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം DGPയേക്കാളും വലിയൊരു പരിഗണന ഇത്തരത്തിൽ നൽകിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ അതിന് പിന്നിൽ മുഴുവൻ ഈ പറയുന്ന MR അജിത് കുമാറും അതോടൊപ്പം തന്നെ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയൻ BJPയിലേക്ക് കാല് വെച്ചിരിക്കുന്ന ഒരു പാലം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം. അങ്ങനെ പിണറായി വിജയനെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഈ പറയുന്ന MR അജിത് കുമാർ. അതിന് പുറമെ പിണറായി വിജയനെ BJPയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു മധ്യസ്ഥനായി തന്നെ ഇപ്പോൾ MR അജിത് കുമാർ മാറിയിരിക്കുകയാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഓരോ മണിക്കൂറുകളിലും ഇപ്പോൾ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞതും അത് ആദ്യം തന്നെ പുറത്തു കൊണ്ടുവന്നതും ഒരു ഇടതുപക്ഷ MLA ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതും PV അൻവർ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ പുറത്തുവിടാനായിട്ട് പോവുകയാണ്. ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖേന അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ കേരളമാകമാനം ഉയരുകയാണ്. തൃശ്ശൂരിലെ പാറമേൽക്കാവ് വിദ്യാമന്ദിറിൽ 2023 മെയ് 20 മുതൽ 22 വരെയാണ് RSSന്റെ ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പിനിടയിലാണ് RSSന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് ചർച്ച നടത്തിയത്. തന്നെ ഒരു സഹപാഠി ഒപ്പം പഠിച്ച ഒരു സുഹൃത്ത് മുഖേന വിജ്ഞാൻ ഭാരതി നേതാവായ ജയകുമാറിനെ നേരത്തെ പരിചയപ്പെട്ടുവെന്നും ജയകുമാറിൻ്റെ കാറിലാണ് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഹോട്ടലിൽ എത്തി കണ്ടതെന്നുമാണ് അജിത് കുമാറിൻ്റെ വിശദീകരണം. അപ്പോൾ ഇതെല്ലാം തന്നെ വെറും വിശദീകരണങ്ങൾ മാത്രമാണ്. ഈ വിശദീകരണത്തിൻ്റെ പിന്നിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ, കള്ളക്കഥകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെ ഇതിലൂടെ വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പെട്ടിരിക്കുന്ന നിരവധി കേസുകളുണ്ട്, അനവധി കേസുകളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ മകളുടെ പേരിലും ഒക്കെ തന്നെ പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിമാരുടെ ഒക്കെ അടക്കം പേരിൽ ഇനി വരാൻ പോകുന്ന നിരവധി കേസുകളെല്ലാം തന്നെ അതെല്ലാം ഈ അന്വേഷണ ഏജൻസികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് RSSൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും പിന്തുണ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഭരണം പോകുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ട് ഏറ്റവും അടുത്ത വിശ്വസ്തനായി വെച്ചുകൊണ്ട് തന്നെ എല്ലാ അസന്മാർഗിക പ്രവർത്തനത്തിനും അദ്ദേഹത്തെ ഇപ്പോൾ
കൂട്ടുപിടിക്കുന്നത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി RSS നേതാവ് ജയകുമാറിൻ്റെ വാഹനത്തിൽ എന്തുകൊണ്ട് തൃശ്ശൂരിലെ ഹോട്ടലിൽ ഒരു ADGP കൂടിക്കാഴ്ചയ്ക്ക് എത്തി എന്നാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഉയർത്തുന്ന ചോദ്യവും. കാരണം ഔദ്യോഗിക വാഹനത്തിലെ ലോഗ് ബുക്കിൽ നിന്നും യാത്രാ വിവരങ്ങൾ അതെല്ലാം ഒഴിവാക്കാനായിരുന്നു ഈ നീക്കമെന്ന് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷമടക്കം തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, RSSനെ ഒരു മുഖ്യ ശത്രുവായി കാണുന്ന CPMനെ സംബന്ധിച്ച് ആ പാർട്ടിയിലുള്ള മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്, പാർട്ടിയിൽ തന്നെ ശക്തമാവുകയാണ്. ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ADGPയെ BJPയുടെ കേന്ദ്രങ്ങളിൽ കയറി നിരങ്ങാനായിട്ട് ഇപ്പോൾ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും റാം മാധവനെ പോലെയുള്ള RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതോടൊപ്പം പിണറായി വിജയൻ്റെ വിശ്വസ്തനുമായിട്ടും ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പറയുന്ന RSSന്റെ പാത സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ CPM എന്ന പാർട്ടി തകരുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസിന് പോലും താല്പര്യമില്ല, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാന്നിധ്യം കേരളത്തിൽ എന്നും വേണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എതിർപക്ഷത്തുള്ളവർ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പിണറായി വിജയനെ അനുകൂലിക്കുന്നവർക്ക് ഈ പാർട്ടി വിട്ടു പോകാതിരിക്കാൻ കഴിയില്ല. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ CPMൽ തന്നെ നിന്നാൽ പോലും പിണറായി വിജയനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളുമൊക്കെ നടന്ന രീതിയിലുള്ള പല കേസുകളും നിലനിൽക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ BJP പാളയത്തിലേക്ക് അല്ലെങ്കിൽ RSSന്റെ പാളയത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഓരോ നിമിഷത്തിലും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.